ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു നല്ല വളം നിർമ്മിക്കുകയാണ്. ട്രൈച്ചോ എന്ന ഒരു വളം. 100 കിലോ വളം, 90 കിലോ ചാണകവും 10 കിലോ വേപ്പിൻ പിണ്ണാക്കും 1 കിലോ ടാർക്കോഡൈമയും ചേർത്തുണ്ടാക്കുന്ന ഒരു വളത്തിൻ്റെ കൂട്ടാണ് കാണിക്കുന്നത്. ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ നല്ല രീതിയിൽ വളരാനും കീടബാധയുണ്ടാകാതെ നല്ല പുഷ്പങ്ങളും നല്ല പൂക്കളും നല്ല കായ്ഫലങ്ങളും ലഭിക്കാൻ ആധുനിക രീതിയിലുള്ള വളനിർമ്മാണമാണ് ട്രൈക്കോഡെർമയിലൂടെ നമുക്ക് ലഭിക്കും. ട്രൈക്കോഡെർമ വളം കശുമാവിനും പിലാവിനും കാപ്പിക്കും ഏലത്തിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്യുൽപാദന ശേഷി ലഭിക്കുന്ന വളമാണ്. സാധാരണ ചാണകം ഉപയോഗിക്കുന്നതിന് കഴിഞ്ഞും 100 ഇരട്ടി വിളവ് ഇതിൽ നിന്ന് ലഭിക്കും. ട്രൈക്കോഡെർമ ഇവിടെ ഉണ്ടാക്കുന്നത് പഠിപ്പിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനുമായി കണ്ടുകൊണ്ട് ട്രൈക്കോഡെർമ നമുക്ക് ഉണ്ടാക്കി 100 ഇരട്ടി വിളവ് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. മനോഹരമായ പൂക്കളെല്ലാം ട്രൈക്കോഡെർമ വളം ചേർത്ത് ഉണ്ടായ ചെടികളിൽ നിന്നുണ്ട്. നമുക്ക് ഈ വീഡിയോ ശ്രമിക്കാം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Rage on that beat, going crazy. No, apagado. Ella. ചാണകം 10 കിലോ വേപ്പും പിണ്ണാക്ക്, പിന്നെ 1 കിലോ ട്രൈക്കോഡെർമ. ഇത്ര സാധനമാണ് ഇതിൻ്റെ. ട്രൈക്കോഡെർമ ചെയ്ത് ചാണകപ്പൊടി. വേപ്പിൻ പിണ്ണാക്കല്ലേ? വേപ്പിൻ പിണ്ണാക്ക്. ചാണകവും 10 കിലോ വേപ്പും പിണ്ണാക്കിട്ട് മിക്സാക്കി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് 1 കിലോ ട്രൈക്കോഡെർമ നമ്മൾ ഇതിനകത്ത് ഇടുകയാണ്. നമ്മൾ
മിക്സാക്കി എന്തിനൊക്കെ പറ്റുന്നതെന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡായിക്കൂടായിരുന്നു. ലാസ്റ്റ് സ്റ്റേജ് പറയാം. ചെറിയ വേപ്പ് മണ്ണാക്ക് ചാണകം ഇത് ഈ പരിപാടി ഇതിപ്പോ നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കുന്ന അതേ ഒരു ഈർപ്പത്തിലായി. ഇനിയിപ്പോ ഇതേ ഈർപ്പത്തിൽ നമ്മൾ ഒരു 2 ആഴ്ച നിലനിർത്തണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നനച്ച ചമച്ചായിട്ട് ഇങ്ങനെ മൂടിക്കൊടുക്കും. അന്നേരം ഇടയ്ക്ക് ചെറിയതായിട്ടൊന്നും ഇനിയിപ്പോ നമ്മൾ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ മിക്സാക്കണം. മിക്സാക്കിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒരു 2 ആഴ്ച ഇതിന് ഒരു പച്ച പൂപ്പൽ ഇതിൽ മൊത്തം ബാധിക്കും. അങ്ങനെ പച്ച പൂപ്പൽ ബാധിച്ച് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പരുവായി. പിന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് നേരെ നമ്മൾ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുക. നിലകൊണ്ടുള്ള ഗുണമെന്നാണ് വെച്ചാൽ ചുവട്ടിൽ നിന്നുള്ള കീടബാധ കുറയും. കീടബാധ കുറയുന്നതിനൊപ്പം തന്നെ ഇതൊരു വളവും കിട്ടും. ഈ വേര് ചീച്ചിൽ കൂടുതലുണ്ടാകുന്ന ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് ഇത് കൊടുക്കുന്നത്. ടൈക്കോഡെർമ എന്ന് പറയല്ലേ? ആ ടൈക്കോ അതാ ആ കവറിന്റെ പുറത്തിന്റെ കവറിന്റെ അപ്ടെക്കിന്റെ ആണിത്. അന്നേരം ഇനി ഇത് നമ്മൾ ഒരാഴ്ച കഴിയുമ്പം വീണ്ടും എടുത്തതാകും. പിന്നെ ഇടയ്ക്ക് ഈർപ്പം ഇല്ല എന്ന് തോന്നിയാൽ നമ്മൾ ഈ ചാക്കിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുക്കും. ഓവർ ഈർപ്പമാകരുത്, എങ്കിൽ ഡ്രൈവാകരുത്. ഇതിലെ ഈ സൂക്ഷ്മാണുക്കൾ വളരാൻ വേണ്ടി ആവശ്യമായ ഈർപ്പം നമ്മൾ നിലനിർത്തി കൊടുക്കും. ഏതൊക്കെ ചെടിക്ക് ഇത് ഉപയോഗിക്കുന്നത്? ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പയറ്, കുരുമുളകിൻ്റെ പാട്ടത്തിന് ഏറ്റവും നല്ലതാണ്. കുരുമുളകിന് ഏറ്റവും നല്ല വളമാണ്. പിന്നെ നമുക്ക് എല്ലാ ചെടികൾക്കും നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ഏറ്റവും നമുക്ക് ഫലപ്രദമായിട്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഏലം, അതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഏലം, വാനില, കുരുമുളക്, പയറ്, അതുപോലെയുള്ള പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കും. ട്രൈക്കോഡെർമയെ പറ്റി ഒന്ന് ഓഫീസറൊന്ന് പറയാമോ? ട്രൈക്കോഡെർമ എന്ന് പറയുന്നത് ഒരു മിത്ര കുമിളാണ്. നമ്മുടെ വിളകൾക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ വിളകളെ സഹായിക്കുന്ന ഒരു മിത്ര കുമിളാണ്. അത് വേരിനെ ബാധിക്കുന്ന കുമിളുകളെ നശിപ്പിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ ചീച്ചിൽ രോഗങ്ങൾ, വേരിന് വരുന്ന ചീച്ചിൽ രോഗങ്ങളൊക്കെ ഒരു തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എന്താണ് നമ്മൾ ട്രൈക്കോഡെർമ ചാണകത്തിൽ സമ്പുഷ്ടീകരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ട്രൈക്കോഡെർമ തനിയെ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാത്രമേ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 1 കിലോ ട്രൈക്കോഡെർമയും ഒരു 10 കിലോ വേപ്പിൻ പിണ്ണാക്കും 90 കിലോ ചാണകവും ചേർത്ത്
ഇത് സമ്പുഷ്ടീകരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ വിളകളിലേക്ക് നമുക്കിത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തയ്യാറാക്കുന്നൊരു വിധം നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. അതായത് ചാണകം നന്നായിട്ട് ഉണക്കിപ്പൊടിച്ച ചാണകം 90 കിലോ എടുക്കുന്നു. കൂടെ 10 കിലോ വേപ്പിനാക്ക്, 1 കിലോ ട്രൈക്കോഡർമ. ഇത് നമ്മൾ അതിൻ്റെ ഒരു പിന്നെ നല്ല ഈർപ്പം ഒരു എന്താ പറയുക നമ്മളൊരു കൂടുതൽ ഈർപ്പം വരാതെ പാകത്തിലുള്ള ഈർപ്പത്തിന് ഇത് കൂട്ടിയോജിപ്പിച്ച് ഒരാഴ്ചയോളം കാലയളവിൽ ചണച്ചാക്ക് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് നനച്ച ചണച്ചാക്ക് പിന്നെ മേലാണ് ചെയ്യുന്നത്. അതിന് ശേഷമുള്ള ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മളതൊന്ന് ഇളക്കി വീണ്ടും നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ചണച്ചാക്ക് ഉപയോഗിച്ചിട്ട് മൂടിയിടുകയും 15 ദിവസത്തിന് ശേഷം നമുക്ക് വീണ്ടും അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ വിളകളിലേക്കും ചോട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുമൂലം നമുക്ക് വേരിനെ ബാധിക്കുന്ന പിന്നെ ചീച്ചൽ രോഗങ്ങൾ പോലെയുള്ള കുമിൾ രോഗങ്ങളെ തടയാനായിട്ട് സാധിക്കും.